ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചോയ്സ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഞാനൊരു കുക്കിംഗ് ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും കൂടി ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത് തന്നെ. സാധാരണ ഞങ്ങൾ ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള ട്രിപ്പൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ഒരാഴ്ചത്തേക്ക് വേണ്ടിയുള്ളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നാളെ അതിരാവിലെയാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ അതിനു മുമ്പേ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെയാണ് പുറപ്പെടുന്നത്. ആ സമയത്ത് ഒരു ഇൻട്രോ എടുക്കാനുള്ള സമയമൊന്നും കാണൂല. അപ്പം ഞങ്ങൾ കുറച്ച് ഇതുവരെയും പോയിട്ടില്ലാത്ത സ്ഥലങ്ങളാണ്, കുറച്ച് അധികം ദൂരമുണ്ട്. അപ്പം നമുക്ക് വഴിയെ ആ കാഴ്ചകളൊക്കെ കാണാം. അതിരാവിലെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചത്. അപ്പോൾ ചായയൊന്നും കുടിക്കാനായിട്ടുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ നെടുമങ്ങാട് എത്തുന്നതിന് കുറച്ച് അടുത്തായിട്ടാണ്. അവിടെ നിന്നാണ് രാവിലെ ചായയും നെയ്യപ്പമൊക്കെ കഴിച്ച്. നല്ല ചായയായിരുന്നു, കൊള്ളാം. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ചു വീണ്ടും പാലോട് വഴിയാണ് പോയത്. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം തെന്മല ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു സമയത്ത് ഇറങ്ങിയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്തായാലും ഇനി കാപ്പിയൊക്കെ കുടിച്ചിട്ടാവാം യാത്രയെന്ന് കരുതി. അങ്ങനെ അവിടെ അടുത്ത് കണ്ടൊരു കടയിൽ കയറി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിന് ശേഷമാണ് ഞങ്ങൾ തെന്മല ഡാമിനടുത്തേക്ക് പോയത്. അവിടെ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല ഫുഡായിരുന്നു. അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഡാം കാണാനായിട്ട് പോയി. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എല്ലാം ഓപ്പണായി വരാനായിട്ട് 9 മണി എന്തായാലും കഴിയും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കാത്തു നിൽക്കാനുള്ള സമയമില്ല, ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ അധികം സമയം അവിടെ കളയാതെ പെട്ടെന്ന് തന്നെ അടുത്ത് യാത്ര തിരിച്ചവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉച്ചയോടുകൂടി പണ്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉച്ചത്തെ ഫുഡ് കഴിച്ചത്. ശരിക്കും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലപ്പേരൊക്കെ കേൾക്കുമ്പം ഒരു എന്ത് പറയാനാണ്, ഒരു അപരിചിതത്വം. കേട്ടിട്ടില്ലല്ലോ നമ്മളിതുപോലെയുള്ള പേരുകളൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത് വീണ്ടും യാത്ര തുടങ്ങി. ഒരു അല്പസമയം പോലും നമുക്ക് പിന്നെ വിശ്രമിക്കാനുള്ള ഒരു സമയമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ അതിരപ്പള്ളി പോകുന്ന വഴിയാണ്. അപ്പോൾ അതിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടെന്ന് അങ്ങനെ മനസ്സിലാക്കി. അപ്പോൾ അത് കണ്ടിട്ടാവാം യാത്രയെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഈ പാമ്പിൻ്റെ ഒരു ഏരിയയാണ് ഇവിടെ കൂടുതലായിട്ടുള്ള. ഞങ്ങളിപ്പോൾ ഉള്ളത് ഏഴാറ്റുമുഖം തൂക്കുപാലത്തിലാണ്. ഞങ്ങളിതിവിടെ വരണമെന്ന് പ്ലാനിങ്ങോടെ ഒന്നും തിരിച്ചതല്ല. വഴിക്ക് വെച്ച് ഇവിടെ ഇങ്ങനെ ഇറങ്ങണമെന്ന് തോന്നി അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ അതൊരിക്കലും നഷ്ടമായില്ല. വളരെ മനോഹരമായൊരു സ്ഥലമായിരുന്നു, വളരെ ഭംഗിയാർന്ന സ്ഥലം. ഞങ്ങൾ പ്ലാനിങ്ങോടെ ഒന്നും ഇറങ്ങിയതല്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ യാദൃച്ഛികമായിട്ട് ഇവിടെ കാണാൻ സാധിച്ചതാണ്, ഇവിടെ ഇറങ്ങണമെന്ന് തോന്നിയിട്ട്. പക്ഷേ തൂക്കുപാലത്തിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്നതാണ് കേട്ടോ. അപ്പോൾ ഗുജറാത്തിൽ എവിടെയോ തൂക്കുപാലം തകർന്ന് വലിയ അപകടം ഉണ്ടായെന്നൊക്കെ ഉള്ളൊരു ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭയമൊക്കെ ഉണ്ട് എനിക്ക് പാലത്തിൽ കയറിയ സമയത്ത്. പക്ഷേ ഈ പാലത്തിൽ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ അതൊന്ന് ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയം നടക്കണമെന്നുള്ള നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ രാത്രിയാകാൻ തന്നെ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കുറേ ദൂരം യാത്ര ചെയ്ത് എത്താനുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാത്രിയുള്ള യാത്രകളൊന്നും എനിക്കധികം താല്പര്യമില്ലാത്തതാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ കുറച്ച് സമയം നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോയും ഒക്കെ എടുത്ത് അതിനുശേഷം ഇവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങളിനിയിപ്പോൾ അതിരപ്പള്ളിയിലേക്കാണ് പോണത്. അവിടെ പോകാനായിട്ട് ഇനിയും ഇവിടെ നിന്ന് കുറേ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ കുറേ സമയം കൂടി സ്പെൻഡ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ കാണുന്ന ആർക്കായാലും അങ്ങനെ തോന്നും, കുറേ സമയം നിൽക്കാനൊക്കെ തോന്നും. അത്രയ്ക്ക് നല്ല ഒരു സ്ഥലമാണ്, നല്ല മനസ്സിന് ഇഷ്ടപ്പെടുന്ന, മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്കിനി അതിരപ്പള്ളിയിലോട്ടാണ് പോകേണ്ടത്. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം.